നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. കോട്ടയം ജില്ലയിൽ 32 ആശുപത്രികളിൽ ഇ-ഹെൽത്ത് സംവിധാനം. OP ടിക്കറ്റ് വീട്ടിലിരുന്ന് ബുക്ക് ചെയ്യാം. ആരോഗ്യ വിവരങ്ങൾ ഡിജിറ്റലായി സൂക്ഷിക്കും. കോട്ടയത്തെ അക്ഷര മ്യൂസിയം ഉദ്ഘാടനത്തിനൊരുങ്ങി. ജൂൺ മാസത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മ്യൂസിയം നാടിന് സമർപ്പിക്കും. കോട്ടയം ജില്ലയിൽ മഴ കനക്കുന്നു. ചൊവ്വാഴ്ചയും മലയോര മേഖലയിൽ രാത്രിയാത്രയ്ക്ക് നിരോധനം. അടിയന്തര സാഹചര്യം വന്നാൽ പോലീസിന്റെ അനുമതി തേടണം. വാർത്തകൾ വിശദമായി. കോട്ടയം ജില്ലയിലെ 32 സർക്കാർ ആശുപത്രികളിൽ ഡിജിറ്റൽ സേവനങ്ങൾ നൽകുന്ന ഇ-ഹെൽത്ത് സംവിധാനം നിലവിൽ വന്നു. OP ടിക്കറ്റ് വീട്ടിലിരുന്ന് ബുക്ക് ചെയ്ത് ടോക്കൺ നമ്പറുമായി ആശുപത്രിയിൽ എത്താം. ആരോഗ്യ വിവരങ്ങൾ ഡിജിറ്റലായി സൂക്ഷിക്കുകയും ചെയ്യും. കോട്ടയം ജില്ലയിലെ 32 സർക്കാർ ആശുപത്രികളിൽ ഡിജിറ്റൽ സേവനങ്ങൾ നൽകുന്ന ഇ-ഹെൽത്ത് സംവിധാനം നടപ്പിലായതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ N. പ്രിയ അറിയിച്ചു. ഇതോടെ ആകെയുള്ള 80 ആരോഗ്യ സ്ഥാപനങ്ങളിൽ 40% ഡിജിറ്റൽ സേവനങ്ങൾ നൽകി തുടങ്ങി. ഈ ആശുപത്രികളിൽ OP രജിസ്ട്രേഷൻ, പ്രീ ചെക്ക്, ഡോക്ടറുടെ കൺസൾട്ടേഷൻ, ലാബോറട്ടറി പരിശോധന, ഫാർമസി തുടങ്ങിയ എല്ലാ ഘട്ടങ്ങളിലും ഡിജിറ്റൽ സേവനങ്ങൾ ലഭ്യമാകും. തുടർന്നുള്ള ചികിത്സകൾക്കും ഇ-ഹെൽത്ത് സംവിധാനമുള്ള മറ്റ് ആശുപത്രികളിലും തുടർ സേവനങ്ങൾ ഡിജിറ്റലായി ലഭിക്കും. രോഗിയുടെ സ്വകാര്യതയും വിവരങ്ങളുടെ രഹസ്യാത്മകതയും പൂർണ്ണമായി സംരക്ഷിച്ചുകൊണ്ടാണ് ഡിജിറ്റൽ സേവനങ്ങൾ നൽകുക. 1 വർഷത്തിനകം ജില്ലയിലെ എല്ലാ ആശുപത്രികളിലും ഇ-ഹെൽത്ത് സംവിധാനം നടപ്പിലാക്കും. ഡിജിറ്റൽ സേവനങ്ങൾ ലഭ്യമാക്കാൻ എല്ലാവരും യുണീക്ക് ഐഡന്റിഫിക്കേഷൻ നമ്പർ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ നമ്പർ ഉള്ള കാർഡ് ഉപയോഗിച്ചാകും ആരോഗ്യ സേവനങ്ങൾ നൽകുക. കൂടാതെ ജീവിതശൈലി രോഗനിർണയത്തിനുള്ള ശൈലി ആപ്ലിക്കേഷൻ, ക്യാൻസർ നിർണയത്തിനുള്ള ക്യാൻ കോട്ടയം തുടങ്ങിയ സർക്കാർ പദ്ധതികളിൽ പരിശോധനകൾ സുഗമമായി നടത്തുന്നതിനും നമ്പർ ആവശ്യമാണ്. ഇ-ഹെൽത്ത് സംവിധാനം ലഭ്യമായ ആശുപത്രികളിൽ നിന്ന് ബാർകോഡ് ഉൾപ്പെടെയുള്ള കാർഡ് പ്രിന്റ് ചെയ്ത് ലഭിക്കും. കോട്ടയം ജില്ലയിൽ കോട്ടയം മെഡിക്കൽ കോളേജ്, കാഞ്ഞിരപ്പള്ളി, കോട്ടയം, പാല ജനറൽ ആശുപത്രികൾ, പാമ്പാടി താലൂക്ക് ആശുപത്രി എന്നിവിടങ്ങളിൽ ഇ-ഹെൽത്ത് സംവിധാനം ലഭിക്കും. കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ നാട്ടകം, മണർകാട്, പാറമ്പുഴ, പനച്ചിക്കാട്, മീനടം, തോട്ടയ്ക്കാട്, വാഴൂർ, പായിപ്പാട്, മാടപ്പള്ളി, വെള്ളാവൂർ, മുത്തോലി, മീനച്ചിൽ, മൂന്നിലവ്, പൂഞ്ഞാർ, മുണ്ടക്കയം, ഈരാറ്റുപേട്ട, മരങ്ങാട്ടുപിള്ളി, വെളിയന്നൂർ, കടുത്തുരുത്തി, കുറുപ്പുന്തറ, ഉദയനാപുരം, കല്ലറ, വെള്ളൂർ, മറവന്തുരുത്ത്, ബ്രഹ്മമംഗലം, രാമപുരം, പെരുന്ന നഗരാരോഗ്യ കേന്ദ്രം എന്നിവിടങ്ങളിലും ഇ-ഹെൽത്ത് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാല ജനറൽ ആശുപത്രിയിൽ ഇ-ഹെൽത്ത് രജിസ്ട്രേഷൻ ആരംഭിച്ചു. ദിവസേന ആശുപത്രിയിലെത്തുന്ന 100 കണക്കിന് രോഗികൾക്ക് പ്രയോജനം ചെയ്യുന്നതാണ് പദ്ധതി. പാല KM മാണി സ്മാരക ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിൽ ഇ-ഹെൽത്ത് പദ്ധതി നടപ്പാക്കി. രോഗികൾക്ക് ആശ്വാസം പകരുന്ന നടപടിയാണ് ഉണ്ടായിരിക്കുന്നത്. മീനച്ചിൽ താലൂക്കിലെയും പരിസര പ്രദേശങ്ങളിലെയും രോഗികൾ OP ചീട്ടെടുക്കുവാൻ വളരെയേറെ സമയം കാത്തുനിൽക്കേണ്ടി വന്നിരുന്ന സാഹചര്യം ഇതോടെ ഒഴിവായി. പകർച്ചപ്പനി ഉൾപ്പെടെ വ്യാപകമാകുമ്പോൾ 3000-ലധികം പേരാണ് ഒരേ സമയം ചികിത്സ തേടി എത്തുന്നത്. OP രജിസ്ട്രേഷന് വേണ്ടി കൗണ്ടറിന് മുന്നിൽ വലിയ ക്യൂ ആണ് പലപ്പോഴും ഈ സമയത്ത് ഉണ്ടാകുന്നത്. ഇതിന് പരിഹാരമായാണ് ഇ-ഹെൽത്ത് രജിസ്ട്രേഷൻ സംവിധാനം. നേരിട്ടും വെബ്സൈറ്റ് വഴിയും ഡോക്ടറുമായുള്ള കൂടിക്കാഴ്ചയ്ക്കും സമയം മുൻകൂർ നിശ്ചയിക്കാം. ചികിത്സാ രേഖകൾ കൊണ്ടു നടക്കേണ്ടതുമില്ല. മെഡിക്കൽ കോളേജ് ആശുപത്രി മുതൽ ഇ-ഹെൽത്ത് സൗകര്യം ലഭ്യമായ എല്ലാ സർക്കാർ ആശുപത്രികളിലേക്കും വീട്ടിലിരുന്ന് OP ടിക്കറ്റ് എടുത്ത് സമയം മുൻകൂർ നിശ്ചയിക്കാം. ഈ സേവനം ലഭ്യമാക്കുന്നതിനായി എല്ലാവർക്കും മുൻകൂർ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇതിനായി ഏകീകൃത ആരോഗ്യ തിരിച്ചറിയൽ നമ്പർ UHID ലഭ്യമാക്കേണ്ടതുണ്ട്. ഇ-ഹെൽത്ത് കേരള വെബ്സൈറ്റ് വഴിയും UHID നമ്പർ എടുക്കാവുന്നതാണ്. ചികിത്സാ രേഖകളും രോഗികൾക്ക് ഇതുവഴി എടുക്കുവാൻ കഴിയും. പനിബാധിതരുടെ എണ്ണം വർദ്ധിച്ചതുവഴി ആശുപത്രിയിൽ ചികിത്സ തേടുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയും OP ടിക്കറ്റിനായുള്ള കാത്തിരിപ്പ് നീളുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് പാലാ നഗരസഭാ ചെയർമാൻ ഷാജു തുരുത്തൻ, കൌൺസിലർമാരായ ബിജി ജോജോ, ബൈജു കൊല്ലംപറമ്പിൽ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ ബിജു പാലമൂട്ടിൽ എന്നിവർ ആശുപത്രി അധികൃതരുമായി ചർച്ച നടത്തിയിരുന്നു. 40-ൽ പരം കമ്പ്യൂട്ടറുകളാണ് വിവിധ വിഭാഗങ്ങളിലായി ഇ-ഹെൽത്ത് സംവിധാനം നടപ്പാക്കുന്നതിനായി സജ്ജീകരിച്ചിട്ടുള്ളത്. ഫാർമസിയും ലാബും ഈ സംവിധാനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പരീക്ഷണാർത്ഥമാണ് ഇപ്പോൾ ഇതിന്റെ പ്രവർത്തനം. ഈ സംവിധാനവുമായി എല്ലാ വിഭാഗം ജീവനക്കാരും പരിചയപ്പെടേണ്ടതുണ്ട്. കെൽട്രോൺ ആണ് ഇതിനുള്ള നെറ്റ്വർക്ക് സംവിധാനം സ്ഥാപിച്ചത്. ആധാർ നമ്പറും ഇതുമായി ലിങ്കു ചെയ്ത ഫോണുമായി OP കൗണ്ടറിൽ എത്തിയാൽ UHID നമ്പർ ഏവർക്കും ലഭ്യമാക്കാവുന്നതാണെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പാല. കോട്ടയം മറിയപ്പള്ളിയിൽ ഒരുങ്ങിയ അക്ഷര മ്യൂസിയം ഉദ്ഘാടനത്തിന് ഒരുങ്ങി. സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ 15 കോടി രൂപ മുതൽ മുടക്കി പണിത മ്യൂസിയത്തിന്റെ ഉദ്ഘാടനം ജൂൺ മാസത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും.
സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ രാജ്യത്തെ ആദ്യത്തെ അക്ഷര മ്യൂസിയത്തിന്റെ ആദ്യഘട്ടം കോട്ടയത്ത് പൂർത്തിയായി വരുന്നു. മറിയപ്പള്ളിയിൽ MC റോഡിന് അരികിലുള്ള 4 ഏക്കർ സ്ഥലത്ത് 25,000 ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് അക്ഷര മ്യൂസിയം പൂർത്തിയായി വരുന്നത്. പുസ്തകം തുറന്നുവെച്ച മാതൃകയിലാണ് കെട്ടിടത്തിന്റെ രൂപകൽപ്പന. 4 ഘട്ടങ്ങളിലായാണ് മ്യൂസിയം പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഭാഷയുടെ ഉൽപ്പത്തി മുതൽ മലയാള ഭാഷയുടെ സമകാലിക മുഖം വരെ അടയാളപ്പെടുത്തുന്ന വിവിധ ഗാലറികൾ ആദ്യഘട്ടത്തിൽ ഉണ്ടാകുമെന്ന് മ്യൂസിയം സന്ദർശിച്ച് സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ പറഞ്ഞു. ഇന്ത്യയിലെ ഭാഷയെയും ലോകഭാഷകളെയും 2ാം ഘട്ടത്തിൽ വിശദമായി ഉൾക്കൊള്ളിക്കും. 3-4 ഘട്ടങ്ങളിലായി മലയാള സാഹിത്യത്തിന്റെ വിവിധ ശാഖകളെ അടയാളപ്പെടുത്തും. മ്യൂസിയത്തിനൊപ്പം തിയേറ്റർ, കൺസർവേഷൻ മുറികൾ, ആർക്കൈവ്സ്, ആംഫി തിയേറ്റർ എന്നിവയെല്ലാം അടങ്ങുന്നതാണ് അക്ഷര മ്യൂസിയം. ചരിത്ര വിദ്യാർത്ഥികൾക്കും ഭാഷാ സ്നേഹികൾക്കും ഗവേഷകർക്കും പഠനത്തിന് വലിയ അവസരങ്ങൾ മ്യൂസിയത്തിൽ ഒരുങ്ങുമെന്ന് മന്ത്രി VN വാസവൻ അറിയിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ജൂൺ മാസത്തിൽ മ്യൂസിയത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ജൂൺ ആദ്യവാരത്തിൽ തന്നെ ഇലക്ഷന്റെ കോഡ് ഓഫ് കോണ്ടക്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ സംഘാടക സമിതി യോഗം വിളിച്ചു ചേർത്ത് അക്ഷരനഗരിയിലെ പൗരപ്രമുഖര്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സാംസ്കാരിക സ്ഥാപനങ്ങൾ, സാമൂഹിക സ്ഥാപനങ്ങൾ, മറ്റ് ഗവൺമെന്റുമായി ബന്ധപ്പെട്ടവർ, മാധ്യമ സുഹൃത്തുക്കൾ എല്ലാവരെയും വിളിച്ച് ഒരു സംഘാടക സമിതി രൂപീകരിക്കും. അതിനുശേഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഡേറ്റ് തരുന്നതനുസരിച്ച് ഉദ്ഘാടനം ജൂൺ മാസത്തിൽ 3ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള നാടിന് സമർപ്പിക്കുന്ന ഏറ്റവും വലിയ സമ്മാനമായി ഇതിനെ മാറ്റി തീർക്കാനാണ് സഹകരണ വകുപ്പ് ലക്ഷ്യമിടുന്നത്. വാർത്താ സമ്മേളനത്തിൽ SPCS പ്രസിഡന്റ് അഡ്വക്കേറ്റ് PK ഹരികുമാർ, സഹകരണ വകുപ്പ് സെക്രട്ടറി മിനി ആന്റണി, അഡീഷണൽ രജിസ്ട്രാർ ഗ്ലാഡി പുത്തൂർ, ജില്ലാ ജോയിന്റ് രജിസ്ട്രാർ N വിജയകുമാർ, SPCS സ്പെഷ്യൽ ഓഫീസർ S സന്തോഷ് കുമാർ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയം ജില്ലയിൽ ചൊവ്വാഴ്ചയും അതിതീവ്ര മഴ മുന്നറിയിപ്പിന്റെ ഭാഗമായി റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ജില്ലയിലെ മലയോര മേഖലയിലേക്കും ഈരാറ്റുപേട്ട വാഗമൺ റോഡിലൂടെയും രാത്രിയാത്ര നിരോധിച്ച് ജില്ലാ കളക്ടർ V വിഘ്നേശ്വരി ഉത്തരവായി. ഈ മേഖലയിൽ രാത്രികാലങ്ങളിൽ അടിയന്തര സാഹചര്യത്തിൽ സഞ്ചരിക്കേണ്ടി വന്നാൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും വിവരം അറിയിക്കേണ്ടതും മുൻകൂർ അനുമതി തേടേണ്ടതുമാണ്. ലവ് ജിഹാദിനായുള്ള നിയമ പോരാട്ടത്തിനായി മുസ്ലിം പള്ളികളിൽ പിരിവ് നടത്തിയതായി ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ KP ശശികല ആരോപിച്ചു. കോട്ടയത്ത് വാർത്താസമ്മേളനത്തിൽ പങ്കെടുക്കുകയായിരുന്നു അവർ. ലവ് ജിഹാദിനായുള്ള നിയമ പോരാട്ടത്തിനായി മുസ്ലിം പള്ളികളിൽ പിരിവ് നടത്തിയതായി ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ KP ശശികല ആരോപിച്ചു. വൈക്കത്തെ വിവാദമായ കേസിൽ പ്രശസ്ത അഭിഭാഷകന് പ്രതിഫലം നൽകുന്നതിനായി 1 കോടി രൂപ വീതം പള്ളികളിൽ പിരിച്ചതായി ശശികല ടീച്ചർ ആരോപിച്ചു. ഉന്നത കോടതിയിൽ വാദിക്കുന്നതിന് അഭിഭാഷകന് ഫീസ് നൽകുന്നതിനാണ് ഇങ്ങനെ പണം സ്വരൂപിച്ചത്. ലവ് ജിഹാദിന് സമുദായത്തിന്റെ പിന്തുണ ലഭിക്കുന്നു എന്നതിന്റെ തെളിവാണിതെന്നും അവർ കുറ്റപ്പെടുത്തി. എല്ലാ പള്ളികളിലും ഒരു വെള്ളിയാഴ്ച ജുമാ നിസ്കാരത്തിന് മുൻപ് 15 മിനിറ്റ് സമയം കൊണ്ട് 1 കോടിയോളം രൂപ കളക്ട് ചെയ്താണ് വൈക്കത്തെ അശോകൻ പൊന്നമ്മ ദമ്പതികളുടെ ഏക മകളെ ഹാദിയാക്കി കൊണ്ടുപോയത്. കാരണം ഹൈക്കോടതി പറഞ്ഞ വിധി തിരുത്താൻ വേണ്ടി കപിൽ സിബലിനെ പോലുള്ള ഒരു അഡ്വക്കേറ്റിന്റെ നാവ് വിലക്കെടുക്കാൻ 1 കോടി രൂപ, അതിലൊരു ഭേദഭാവം ഉണ്ടായിരുന്നു. ഏത് പള്ളിയെന്നോ ആ പള്ളിയിലെ വിശ്വാസി മാർക്സിസ്റ്റ് ആണോ കോൺഗ്രസ് ആണോ BJP ആണോ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. കേരളത്തിലെ എല്ലാ പള്ളികളിൽ നിന്നും 1 കോടി രൂപ ഒരു ഹിന്ദു പെൺകുട്ടിയെ മാറ്റിക്കൊണ്ടുപോകാൻ ഒരു മടിയും കൂടാതെ ഒരു സംശയം നമ്മൾ ചെയ്യേണ്ടതാണോ, ഇത് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണോ ഒരു പള്ളിയിൽ നിന്ന് ചോദിച്ചതായി ഞങ്ങളാരും പറഞ്ഞിട്ടില്ല. അതേസമയം ശക്തമായ ബോധവൽക്കരണത്തെ തുടർന്ന് പ്രലോഭിപ്പിച്ചിട്ടുള്ള മതം മാറ്റം ഇപ്പോൾ കുറഞ്ഞു വരികയാണ്. എന്നാൽ മയക്കുമരുന്ന് കടത്ത് പോലുള്ള ചില ഇടപാടുകൾ ഇതിനായി ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്ന് സംശയമുണ്ടെന്നും അവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് അധ്യക്ഷൻ കാലം ചെയ്ത മാർ അത്തനേഷ്യസ് യോഹന്നാൻ മെത്രാപ്പൊലീത്തയുടെ ഖബറടക്കം ചൊവ്വാഴ്ച നടക്കും. രാവിലെ 9 മണിക്ക് ഖബറടക്ക ശുശ്രൂഷയുടെ 7ാം ഘട്ടം നടക്കും. 10-ന് സെന്റ് തോമസ് ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് കത്തീഡ്രലിലേക്ക് വിലാപയാത്രയും തുടർന്ന് ഖബറടക്കവും നടക്കും. തിരുവല്ല ബിലീവേഴ്സ് കൺവെൻഷൻ സെന്ററിൽ പൊതുദർശനത്തിന് വെച്ച ഭൗതികദേഹത്തിൽ ആയിരങ്ങൾ അന്ത്യാഞ്ജലി അർപ്പിച്ചു. പാലായിൽ സ്വകാര്യ ക്ലിനിക്ക് നടത്തുന്ന യുവതിയെ അസഭ്യം പറഞ്ഞ കേസിൽ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രവിത്താനം പാലക്കുഴക്കുന്നേൽ ബിബിൻ തോമസിനെയാണ് പാലാ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാൾക്ക് പാലാ പോലീസ് സ്റ്റേഷനിൽ ക്രിമിനൽ കേസുകൾ നിലവിലുണ്ട്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. പാലാ നഗരസഭയിൽ വിവാദമായ എയർപോഡ് തിരികെ ലഭിച്ചു. കഴിഞ്ഞ ദിവസം പോലീസ് സ്റ്റേഷനിൽ ഒരാൾ എത്തിച്ചു നൽകുകയായിരുന്നു.
പാലാ നഗരസഭയിൽ ഏറെ വിവാദം സൃഷ്ടിച്ച എയർപോഡ് തിരികെയെത്തി. കഴിഞ്ഞ ദിവസം പോലീസ് സ്റ്റേഷനിൽ ഒരാൾ എത്തിച്ചു നൽകുകയായിരുന്നു. എന്നാൽ ആരാണ് എയർപോഡ് തിരികെ എത്തിച്ചതെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടില്ല. അതേസമയം ഇതേ തിരികെ കൊണ്ടുവന്ന ആളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കേരള കോൺഗ്രസ് എം കൗൺസിലറായ ജോസ് ചീരാങ്കുഴിയുടെ എയർപോഡാണ് മാസങ്ങൾക്ക് മുൻപ് കൗൺസിൽ ഹാളിൽ നിന്നും മോഷണം പോയത്. CPM കൗൺസിലറായ ബിനു പുളിക്കക്കണ്ടത്തിനെതിരെയാണ് ജോസ് ചീരാങ്കുഴി ആരോപണം ഉയർത്തിയത്. ബിനുവിന്റെ വീട്ടിലും പോയ വഴിയിലും അടക്കം എയർപോർട്ടിന്റെ ലൊക്കേഷൻ ഉണ്ടെന്നും ജോസ് ആരോപിച്ചിരുന്നു. ഇത് സംബന്ധിച്ച ചില തെളിവുകളും ജോസ് പുറത്തുവിട്ടിരുന്നു. സംഭവത്തിൽ ജോസ് ചീരാങ്കുഴി പോലീസിലും പരാതി നൽകി. ഇയർഫോൺ അവസാന ലൊക്കേഷൻ വിദേശ രാജ്യത്തെ കാണിച്ചു എന്നും കണ്ടെത്തിയിരുന്നു. സംഭവം ഏറെക്കുറെ മറന്ന മട്ടിലായപ്പോഴാണ് ഇപ്പോൾ വീണ്ടും ഉയർന്നു വന്നത്. ന്യൂസ് ബ്യൂറോ, പാലാ. രാമപുരം മാർ അഗസ്തിനോസ് കോളേജിന്റെ ആഭിമുഖ്യത്തിൽ കാസിൽ ദ മെഗാ ഷോ പാലാ മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്നു. സാമൂഹ്യക്ഷേമ പദ്ധതികളുടെ ധനശേഖരണാർത്ഥമാണ് മെഗാ ഷോ സംഘടിപ്പിച്ചത്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് NAC A ഗ്രേഡ് കരസ്ഥമാക്കി മുന്നേറുന്ന രാമപുരം മാർ അഗസ്ത്യാനോസ് കോളേജിന്റെ സാമൂഹ്യക്ഷേമ പദ്ധതികളുടെ ധനശേഖരണാർത്ഥം പാലാ മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ച് കാസിൽ ദ മെഗാ ഷോ നടത്തി. രാമപുരം അഗസ്ത്യാനോസ് കോളേജിന്റെ മ്യൂസിക് ക്ലബിന്റെ നേതൃത്വത്തിൽ പാലാ കമ്മ്യൂണിക്കേഷനുമായി സഹകരിച്ചാണ് നൃത്ത സംഗീത നാടക ആവിഷ്കാരമായ കാസിൽ ദ സംഘടിപ്പിച്ചത്. കോളേജ് വിദ്യാർത്ഥികളുടെ 1.5 മണിക്കൂർ ദൈർഘ്യമുള്ള ഗാനമേളയ്ക്കും നൃത്തശില്പത്തിനുമൊപ്പം പാലാ കമ്മ്യൂണിക്കേഷന്റെ നാടകം ജീവിതസാക്ഷി പ്രദർശിപ്പിച്ചു. 60ഓളം കലാകാരന്മാർ ഷോയിൽ അണിനിരന്നു. മധ്യകേരളത്തിൽ കോളേജ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ പൊതു ഇടത്തിൽ നടത്തപ്പെടുന്ന ആദ്യ പരിപാടിയാണിത്. എല്ലാ വർഷവും ഭവന നിർമ്മാണ പദ്ധതിയിലൂടെ കോളേജ് വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും PTA നേതൃത്വത്തിൽ നിരവധി പേർക്ക് വീടുകൾ വെച്ച് നൽകുന്നുണ്ട്. ഭവനങ്ങൾ നിർമ്മിച്ചു നൽകുന്നതിന്റെ തുടർച്ചയായാണ് ഈ ചാരിറ്റി ഷോ സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, പാലാ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോട്ടയം ജില്ലയിൽ 32 ആശുപത്രികളിൽ ഹെൽത്ത് സംവിധാനം. OP ടിക്കറ്റ് വീട്ടിലിരുന്ന് ബുക്ക് ചെയ്യാം. ആരോഗ്യ വിവരങ്ങൾ ഡിജിറ്റലായി സൂക്ഷിക്കും. കോട്ടയത്തെ അക്ഷര മ്യൂസിയം ഉദ്ഘാടനത്തിനൊരുങ്ങി. ജൂൺ മാസത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മ്യൂസിയം നാടിന് സമർപ്പിക്കും. കോട്ടയം ജില്ലയിൽ മഴ കനക്കുന്നു. ചൊവ്വാഴ്ചയും മലയോര മേഖലയിൽ രാത്രിയാത്രയ്ക്ക് നിരോധനം. അടിയന്തര സാഹചര്യം വന്നാൽ പോലീസിന്റെ അനുമതി തേടണം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.